വിശ്വാസികൾക്ക് ആത്മീയ അനുഭൂതിയായി വിശുദ്ധരോടൊപ്പം KCYM ലാറ്റിൻ അനുഗ്രഹ വഴിയെ. ജൂബിലി വർഷത്തിനോടനുബന്ധിച്ച് യുവവിശുദ്ധരുടെ വിശുദ്ധിയുടെ ചരിത്രം വിളിച്ചോതുന്നതും 100-ലധികം മറ്റു വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും വഹിച്ചുകൊണ്ടുള്ളതുമായ രൂപതകളിലേക്കുള്ള പ്രയാണവും പൊതുദർശനവും കണ്ണൂർ രൂപതയിൽ തുടക്കമായി. KCYM ലാറ്റിൻ സംസ്ഥാന സമിതി നേതൃത്വം നൽകിയ അനുഗ്രഹ വഴിയെ എന്ന ആത്മീയ പ്രയാണം കണ്ണൂർ രൂപതയിലെ വിശ്വാസികൾക്ക് ആത്മീയ അനുഭവമായി. ജൂബിലി വർഷത്തിൽ വിശുദ്ധരോടൊപ്പം ഒരു യാത്ര എന്ന ആശയത്തോടെയാണ് അനുഗ്രഹ വഴിയെ എന്ന ആത്മീയ പ്രയാണത്തിന്റെ കാതൽ. 100-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുമായി പ്രയാണം ചെയ്യുമ്പോൾ വിശുദ്ധ കുരിശിന്റെയും പുത്തൻ തലമുറയിലെ വിശുദ്ധനായ കാർലോ അക്വിറ്റസിന്റെയും 12 അപ്പസ്തോലന്മാരുടെയും കൂടെ മറ്റ് യുവവിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾക്കും പ്രാധാന്യം നൽകുന്നു. KCYM ലാറ്റിൻ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ 2025 നവംബർ 29 ശനിയാഴ്ച പരിയാരം ക്രിസ്തുരാജ സന്നിധാനം ദേവാലയത്തിലാണ് അമൂല്യമായ തിരുശേഷിപ്പുകൾ വണക്കത്തിനായി ഒരുക്കി യാത്രയുടെ ഉദ്ഘാടനം നടന്നത്. കണ്ണൂർ രൂപത മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ രൂപത സഹായ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി അനുഗ്രഹ വഴിയെ എന്ന ആത്മീയ പ്രയാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദിവ്യബലി അർപ്പിച്ചു. തിരുശേഷിപ്പുകൾ ഒരുമിച്ച് ദർശിക്കാനും വണങ്ങാനുമായി രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി യോജനങ്ങളും വിശ്വാസികളും ക്രിസ്തുരാജ സന്നിധാനം പള്ളിയിലേക്ക് എത്തിച്ചേർന്നു. പ്രസ്ഥാനത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഈ പ്രദർശനം യുവജനങ്ങൾക്ക് വിശ്വാസ തീക്ഷ്ണത വർദ്ധിപ്പിക്കാനും വിശുദ്ധ ജീവിതങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അവസരം നൽകി. വൈകുന്നേരം 5 മണിയോടെ പ്രദർശനം സമാപിച്ചു. KCYM ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് പോൾ ജോസ്, ജനറൽ സെക്രട്ടറി ഷെറിൻ KR, വൈസ് പ്രസിഡന്റ് അക്ഷയ് അലക്സ്, സെക്രട്ടറി അലീന ജോർജ്, വിമിൽ M വിൻസെന്റ്, ആനിമേറ്റർ സിസ്റ്റർ മെൽന ഡിക്കോത്ത എന്നിവരോടൊപ്പം കണ്ണൂർ രൂപത പ്രസിഡന്റ് റോജൻ നെൽസൽ, ഫെബിന ഫെലിക്സ്, മറ്റ് രൂപത ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. നവംബർ 30 ഞായറാഴ്ച KCYM സുൽത്താൻപേട്ട് രൂപത അനുഗ്രഹ വഴിയെ പ്രയാണത്തിനെ സ്വീകരിച്ചു. വാളയാർ സെയിന്റ് സ്റ്റാനിസ്ലാവോസ് പള്ളിയിൽ വെച്ച് അനുഗ്രഹ വഴിയെ സുൽത്താൻപേട്ട് രൂപത വികാരി ജനറൽ റവറൻ മോൺസിഞ്ഞോർ മരിയ ജോസഫ് തിരുശേഷിപ്പ് പ്രയാണത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ വിശുദ്ധരുടെ ജീവിതം ഓരോ യുവജനങ്ങൾക്കും വിശ്വാസിക്കും പുണ്യത്തിന്റെ പാതയിൽ മുന്നേറാനുള്ള പ്രചോദനമാണെന്ന് ഓർമ്മിപ്പിച്ചു. അനുഗ്രഹ വഴിയെയുള്ള ഈ പ്രയാണം രൂപതയിലെ യുവജനങ്ങൾക്കും വിശ്വാസികൾക്കും വലിയ ആത്മീയ ഉണർവ് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളവാണി ന്യൂസ്, കൊച്ചി.